12ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. ബോർഡ് എക്സാം ഒക്കെ അടുത്ത് വരുന്ന സമയമായതുകൊണ്ട് ഞാൻ കുറച്ച് അസർഷൻ റീസൺ ക്വസ്റ്റ്യൻസിന് പ്രാക്ടീസ് ചെയ്യാമെന്ന് കരുതുന്നു. ഓൾറെഡി കുറച്ച് അസർഷൻ റീസൺ ക്വസ്റ്റ്യൻ ഞാൻ ഇതിനു മുമ്പ് ചെയ്തു കഴിഞ്ഞു. ഇതെല്ലാം നിങ്ങൾക്ക് ക്ലാസ് 12 ക്വസ്റ്റ്യൻസ് എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതാണ്. അതിൽ ഞാൻ ധാരാളം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസും നീറ്റ് ബേസ്ഡും എല്ലാം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ക്ലാസ് 12ൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും നീറ്റ് ലെവലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ നെയിം അല്ലെങ്കിൽ ക്ലാസ് 12 ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള റിസോഴ്സസ് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത കുറച്ച് അസർഷൻ റീസൺ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. If the tapetum is malfunctioning in an anther, the male gametophyte often becomes sterile. നമുക്കറിയാം ആന്തറിൻ്റെ വോളിന് 4 ലെയേഴ്സ് ഉണ്ട്. അതിൽ ഇന്നർമോസ്റ്റ് ലെയർ ആണ് ടപ്പീറ്റം എന്ന് പറയുന്നത്. അത് ന്യൂട്രീഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസിന്. അപ്പോൾ ടപ്പീറ്റം മാൽഫങ്ഷനിങ് ആയിക്കഴിഞ്ഞാൽ പോളൻ ഗ്രെയിനിന് ആവശ്യമായ ന്യൂട്രീഷൻ ലഭിക്കാതെ വരും. അതുകൊണ്ട് തന്നെ അത് സ്റ്റെറൈലാകും. സ്റ്റെറൈൽ എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ്. റീസൺ ടപ്പീറ്റം നറിഷസ് ദ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ്. കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ അസർഷനും റീസണും കറക്റ്റാണ് ആൻഡ് കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. സോ ഓപ്ഷൻ എ. അസർഷൻ അഡാപ്റ്റീവ് റേഡിയേഷൻ റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് മൾട്ടിപ്പിൾ സ്പീഷീസ് ഫ്രം എ കോമൺ ആൻസെസ്റ്റർ ഇൻ എ ഷോർട്ട് ടൈം. അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സ്പീഷീസിൽ നിന്ന് ജോഗ്രാഫിക്കലി അടുത്തുള്ള ഏരിയയിലേക്ക് പല സ്പീഷീസ് റേഡിയേറ്റ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ ഇവിടെ പല സ്പീഷീസ് ഉണ്ടാവുന്നുള്ളത് കറക്റ്റാണ്. റീസൺ അഡാപ്റ്റീവ് റേഡിയേഷൻ occurs when a single population experiences stabilizing selection in uniform environment. ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അപ്പോൾ ഇവിടെ അസർഷൻ കറക്റ്റ് ആണ്, റീസൺ റോങ് ആണ്. സോ ഓപ്ഷൻ സി. Opioid abuse leads to both physical dependence and psychological dependence. കറക്റ്റ് ആണ്. Reason opioids activate the mesolimbic reward pathway by increasing dopamine release in the body. ലിംബിക് എന്ന് പറയുന്നത് എന്താണ്? ലിംബിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ ആണ്. അപ്പോൾ അവിടെ ഒരു പാത്വേ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഡോപ്പമിൻ സെക്രീഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോപ്പമിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അതൊരു പ്ലഷർ ഫീലിംഗ് ആണ് തരുന്നത്. ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ ആണ്. അപ്പോൾ ഇവിടെ ലിംബിക് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്തിട്ട് ഒരു ഡോപ്പമിൻ സെക്രീഷൻ നടക്കുന്നു. ഡോപ്പമിൻ എന്ന് പറയുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അതൊരു പ്ലഷർ ഫീലിംഗ് അല്ലെങ്കിൽ യൂഫോറിക് കണ്ടീഷൻ ആണ് തരുന്നത്. സോ ഇവിടെ ഓപ്ഷൻ എ ആണ്. ബോത്ത് ആർ കറക്റ്റ് ആൻഡ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓൾസോ. Assertion golden rice has been engineered to address vitamin A deficiency. കറക്റ്റ് ആണ്. ഗോൾഡൻ എയിൽ ബീറ്റാ കാരോട്ടിൻ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിറ്റമിൻ എ എൻറിച്ച്ഡ് ആണ്. Reason genes for beta carotene biosynthesis pathway were transferred into rice endosperm using micro injection of DNA. അത് റോങ് ആണ്. ഇവിടെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ ബീറ്റാ കാരോട്ടിൻ ബയോസിന്തസിസ് പാത്വേ ട്രാൻസ്ഫർ ചെയ്തത് മൈക്രോ ഇഞ്ചക്ഷൻ വഴിയല്ല, അഗ്രബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്ന വെക്ടർ യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ ഓപ്ഷൻ സി ആണ്. അസർഷൻ is true, reason is false. Assertion the person heterozygous for sickle cell trait produces both normal HbA and abnormal hemoglobin HbS. Reason the normal allele and sickle cell allele are co-dominant. ഒരു ഹെട്രോസൈഗസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ HbA നോർമൽ അല്ലീലും HbS സിക്കിൾ സെൽ അല്ലീലും ഉണ്ടാകും. അതുപോലെ ഇതൊരു കോഡോമിനന്റ് കണ്ടീഷനുമാണ്. സോ അതുകൊണ്ട് നമുക്കിതിന് ഓപ്ഷൻ എ എന്ന ഉത്തരം കൺക്ലൂഡ് ചെയ്യാം. In 4 o'clock plant or snapdragon, a cross between homozygous white flowered individual and a homozygous red flowered one produces pink flowered plant. നമുക്കറിയാം സ്നാപ്ഡ്രാഗൺ ആണെങ്കിലും 4 o'clock plant ആണെങ്കിലും ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് എക്സാമ്പിൾ ആണ്. റെഡ് ഡോമിനൻറ്റും വൈറ്റ് റിസസീവും ആണ്. പക്ഷേ അതിനെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒരു ഇന്റർമീഡിയറ്റ് കളറായ പിങ്ക് ആണ്. റീസൺ ഇൻ ദീസ് പ്ലാന്റ്സ് ദ ഫ്ലവർ കളർ ഈസ് ഡിറ്റർമിൻഡ് ബൈ 3 alleles. അത് റോങ് ആണ്. കാരണം ഇവിടെ 2 alleles തന്നെയാണ് ഉള്ളത്. ഓൺലി തിങ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്നുള്ളതാണ്. സോ നമുക്കിവിടെ ഓപ്ഷൻ സി ആണ്. അസർഷൻ കറക്റ്റ്, റീസൺ ഫോൾസ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് ഓവർകംസ് ദ ഡ്രോബാക്സ് ഓഫ് ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷൻ. കറക്റ്റ് ആണ്. Genetic engineering involves creation of a recombinant DNA and introduction of the desirable genes into the target organism. അതെ, നമുക്ക് ആവശ്യമുള്ള ജീനിനെ നമുക്ക് വേണ്ട ഓർഗാനിസത്തിലേക്ക് കൊടുത്തിട്ട് ആ ഒരു ഫിനോടൈപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അസർഷനും റീസണും കറക്റ്റ് ആണ്. അത് കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ഉത്തരം. ബയോപൈറസി ഈസ് ബീയിങ് റിസോർട്ടഡ് ടു ബൈ ദ കൺട്രീസ് ഓഫ് ദ നോർത്ത്. കറക്റ്റ് ആണ്. ഗ്ലോബൽ നോർത്തിലുള്ള കൺട്രീസ് അവർക്ക് ബയോളജിക്കൽ റിസോഴ്സസ് കുറവാണ്. അവർ ഗ്ലോബൽ സൗത്തിലുള്ള കൺട്രീസിൻ്റെ ബയോളജിക്കൽ റിസോഴ്സസ് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യണം. അതായത് പ്രോപ്പർ കൺസെൻറ്റ് ഇല്ലാതെ യൂസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ പേറ്റൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൺട്രീസ് ഓഫ് ദ സൗത്ത് ആർ ഇൻകേപ്പബിൾ ഓഫ് ബയോപൈറസി. അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്കപ്പോൾ ഇവിടെ അസർഷൻ കറക്റ്റ് ആണ്, റീസൺ ഫോൾസ് ആണ്. സോ ഓപ്ഷൻ സി.
Groundnut and sunflower seeds are examples of non-albuminous seeds. അപ്പോൾ ഗ്രൗണ്ട്നട്ടും സൺഫ്ലവറും രണ്ടും നോൺ ആൽബുമിനസ് ആണെന്നാണ് ഇവിടെ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അസേർഷൻ റോങ് ആണ്. കാരണം ഗ്രൗണ്ട്നട്ട് നോൺ ആൽബുമിനസ് ആണ്, അതൊരു ഡൈക്കോട്ട് സീഡാണ്. സൺഫ്ലവർ ഡൈക്കോട്ട് ആണ്, പക്ഷേ എന്നാൽ കൂടിയും സൺഫ്ലവറിൽ ആൽബുമിനസ് സീഡാണ്. എൻഡോസ്പേം റിട്ടേൺ ചെയ്യുന്നുണ്ട്. റീസൺ, നോൺ ആൽബുമിനസ് സീഡ്സ് ഹാവ് നോ റെസിഡുവൽ എൻഡോസ്പേം. യെസ്, അവർക്ക് എൻഡോസ്പേം ഇല്ല, അത് യൂട്ടിലൈസ് ചെയ്ത് കഴിയും. അപ്പോൾ ഇവിടെ റീസൺ കറക്റ്റ് ആണ്, അസേർഷൻ ഫോൾസ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ്. The skull of baby chimpanzee is more like adult human skull than adult chimpanzee skull. അത് വളരെ കറക്റ്റ് ആണ്. റീസൺ, ട്രയോപിഥെക്കസ് വാസ് മാൻ ലൈക്ക് പ്രൈമേറ്റ് അല്ല, റാമപിഥെക്കസ് ആയിരുന്നു. അപ്പോൾ ഇവിടെ അസെഷൻ കറക്റ്റ് ആണ്, റീസൺ ഫോൾസ് ആണ്. ഓപ്ഷൻ സി ആണ്. വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് പ്രൊഡ്യൂസ് ഇന്റർഫെറോൺസ്. നമ്മുടെ ശരീരത്തിലെ വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് മറ്റുള്ള സെൽസിനെ വൈറസ് ഇൻഫെക്ഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ സെക്രീറ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് ഇന്റർഫെറോൺ. റീസൺ, ഇന്റർഫെറോൺസ് ക്യാൻ കോസ് ഇൻഫ്ലമേഷൻ ഓഫ് വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ്. അത് റോങ് ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. അസേർഷൻ, ട്രാൻസ്ജീനിക് ആനിമൽസ് ആർ യൂസ്ഡ് ടു സ്റ്റഡി ദ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ആൻ ഓർഗാനിസം. ഇത് ശരിയാണ്. ട്രാൻസ്ജീനിക് ആനിമൽസിന്റെ യൂസസിൽ ഒന്നാണിത്. Reason, transgenic animals are specifically designed to allow the study of normal functions of the body and development. കറക്റ്റ് ആണ്. അവരെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടാണ് ഇത് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ഉത്തരം. ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്ക് ഏത് തരം ചോദ്യങ്ങളാണ് റിവിഷന് വേണ്ടത് എന്ന് അറിയിക്കുക. അതനുസരിച്ച് ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് കരുതുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.